ജാസ്മിൻ്റെ കാര്യം തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിനെ വരെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും എന്തിനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ്ലി ജാസ്മിൻ്റെ വിഷയം ഇത് വിട്ടേന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തട്ടിയൊരു വിഷയങ്ങൾ എനിക്ക് അഫ്സലിൻ്റെ കേസ് തന്നെയാണ്. കാര്യം അഫ്സലിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് നാളുകളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് നാളായതേ. പക്ഷേ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. കാര്യം പരിചയപ്പെട്ടതിന് ശേഷം അവനൊരു ജെനുവിൻ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ അവന് വേണ്ടി എനിക്ക് ശബ്ദിക്കണമെന്ന് തോന്നിയത്. കാര്യം അവൾ പബ്ലിക്കായിട്ട് വന്നിരുന്ന് കാണിക്കുന്ന പ്രവൃത്തിയോടെ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തുമില്ല. എൻ്റെ ലൈഫ് ലോങ് ഞാൻ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. പിന്നെ എന്നെ ചീത്ത വിളിക്കുന്നവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ വീണ്ടും വീണ്ടും എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും, ഇതുപോലെ വന്നിരുന്ന് ഞാൻ റിപ്ലൈ തരും. ചിലപ്പോൾ നിനക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, നീ വിചാരിക്കുക ആ ഷോയ്ക്കകത്ത് ജാസ്മിൻ്റെ വാപ്പ എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ മോള് കപ്പടിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു. കപ്പടിച്ചാലും എന്തോ കപ്പടിച്ചില്ലെങ്കിലും എന്തോ. ഞാൻ പറഞ്ഞിരുന്നത് ഈ പറയുന്ന അഫ്സലിൻ്റെ കേസിലൊക്കെയാണ് മെയിനായിട്ട് സംസാരിച്ചത്. അഫ്സലിനെ മൂഞ്ചിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കാര്യത്തിൽ 100% ലോകത്തുള്ള എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അത് തന്നെ നമ്മളും വന്ന് പറഞ്ഞു. എനിക്ക് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ അറിയാവുന്നത് കൊണ്ട് ഞാൻ വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും പിന്നെ വേറെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പേരിൽ കൊടുത്തെന്നറിയാം. പക്ഷേ ആവശ്യമില്ലാതെ എൻ്റെ ഓരോ കാര്യങ്ങളിൽ ഫോണിൽ വിളിക്കാനും പിന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനും ഒരു ത്രെട്ട് പോലൊക്കെ രീതിയിൽ സംസാരിക്കാനും നിൽക്കരുത്. കാര്യം ഇത് ഞാനും കൂടി ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം പുറത്തു വിട്ടത്. ഇത് നിങ്ങളെയൊക്കെ വേറെ കോൺവെർസേഷൻ ആണെങ്കിൽ അതെനിക്ക് കിട്ടിയാൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഞാനിത് ഈ ഒരു വിഷയത്തിലുണ്ട്. അതാണ് ഞാൻ ഈ ഒരു സാധനം റെക്കോർഡ് ചെയ്തത്, ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചതും. പോരാത്തതിന് ഒരുപാട് ആൾക്കാർക്ക് ഈ സാധനം പുറത്ത് വരണം, ഇതിൻ്റെ ക്ലാരിറ്റി അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ആഗ്രഹം ഇപ്പോൾ എല്ലാവർക്കും അങ്ങ് മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫുൾ വോയിസ് ഉണ്ട്, അത് ഞാൻ ഇപ്പം തൽക്കാലം പുറത്തുവിടാൻ എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ കയ്യിൽ തന്നെ സേഫ് ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങളുടെ ചീത്തവിളികളും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു.